ഹലോ. സോ ഈ റൂമിൻ്റെ ആദ്യത്തെ വീഡിയോ ആണോ അവസാനത്തെ വീഡിയോ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിവൺ ഗസ് ഈ വീടിൻ്റെ ഇത് അവസാനത്തെ വീഡിയോ ആണ്. ഈ വീട്ടിൽ ഞാൻ ഇനി വീഡിയോ ചെയ്യില്ല. വീഡിയോ മാത്രമല്ല, ഒന്നും ചെയ്യില്ല. ഇത് ഫോർ എവർ ഈ റൂമിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആൻഡ് ഈ കാണുന്നതായിരുന്നു റൂം. നല്ല റൂമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യത്തിന് അടിപൊളിയായിരുന്നു. ഒരു 2-3 കൊല്ലം അടിച്ചു പൊളിച്ച് തകർത്തു, കുറേ മെമ്മറീസ് ഉണ്ടാക്കി, അതൊക്കെ ഇട്ട് കത്തിച്ചു. പിന്നെയൊന്നുമില്ല. ഇതൊക്കെയാണ് റൂമിൻ്റെ അവസ്ഥ. എനിക്ക് കിട്ടുമ്പോൾ റൂം ഇങ്ങനെയായിരുന്നു. ഇതാണ് റൂം. കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിച്ചൺ. ഇതാണ് കിച്ചൺ. പിന്നെ ഓരോരുത്തർക്കുള്ള അലമാരയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. ആൻഡ് ഫ്രിഡ്ജുണ്ട്. എല്ലാം കാലിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, നല്ല രീതിയിലുള്ള ബാത്റൂമാണ്. സുന്ദര സുമുഖനമായ അതിനെ നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇത് മെയിൻ റൂം. ഇതാണ് നമ്മുടെ റൂം. സോ ഇങ്ങനെയാണ് നമ്മുടെ റൂമിൻ്റെ വ്യൂ. ലൈക്ക് ഓവറോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ ലാൻഡ് ലൈറ്റ്, കുറച്ച് കബോർഡും കാര്യങ്ങളൊക്കെ. ഈ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് ഡോംസിൽ, എൻ്റെ ഡോംസിൽ കിട്ടിയത്. പിന്നെ ഒരു കബോർഡുണ്ട്. അതിലെത്ര റാക്കുകളുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഇങ്ങനെ റാക്കുകളൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, മോഡലും കുറച്ച് അത്യാവശ്യം സ്പേസ് ഉണ്ട്. സോ ഇതിങ്ങനെ. പിന്നെ ഷർട്ടുകളും അല്ലെങ്കിൽ എല്ലാ ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ തൂക്കിയിടാനായിട്ട് ഇവിടെ ചെറിയ സെറ്റപ്പ് ഉണ്ട്. ആ കാണുന്നത് എയർ വെന്റിലേഷനാണ്. പിന്നെ ആ സാധനം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഷൂറാക്കാണ്. ഇത് ലൈറ്റ് അല്ല, സ്വിച്ച്. ഇത് ഹീറ്റിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ്. ലൈക്ക് ഇത് ഫ്ലോർ ഹീറ്റിംഗ് ആണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്ന ഒരു എന്താണ്, ഇതിപ്പോൾ ഒരു മിനിമം റൂം ടെമ്പറേച്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ. പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കർട്ടനാണ്. പിന്നെ ഇത് സ്വിച്ച് ഞെക്കിയ കണ്ടോ, ഈ സ്വിച്ച് ഞെക്കിയ അവസാനം അടിക്ക് പോവും, മുകളിലേക്ക് പോവും, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ബാൽക്കണിയുടെ വ്യൂ ആണ്. തൊട്ടപ്പുറത്ത് നോക്കുന്ന അബൈൻ്റെ റൂം കാണാം. ഇന്നൊരു ക്ലൗഡി റെയിനി കുറുക്കൻ്റെ കല്യാണം എന്നൊക്കെ പറയില്ലേ, ആ സെറ്റപ്പാണ്. മുമ്പിലെ ഓഫീസാണ്, പക്ഷേ ഓഫീസിൽ ആരുമില്ലെന്ന്. ഹോളിഡേ എന്തുകൊണ്ട് അവർക്ക്. പിന്നെ കാണുന്നത് അവിടെ കുറച്ച് നീങ്ങിയിട്ട് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രാക്ക് എവിടേക്ക് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ വേറെ വീഡിയോയിൽ കാണിച്ചു തരാം. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ ബാൽക്കണി. ഓക്കെ. സോ അതിടയ്ക്ക് പിന്നെ ഇവിടെ ചെറിയൊരു ബുക്കുകൾ വെക്കാൻ ഷോക്കേസിനും ഉള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കുഞ്ഞി മീമിക്കുട്ടികൾ കാണാം. യെസ്. പിന്നെന്താ, ഡ്രോയർ. അങ്ങനെയൊക്കെ തന്നെ. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ചാവിട്ട് തുറക്കേണ്ട സാധനമാണ്. പിന്നെ ഇവിടെ നിന്നുള്ള പുറത്തുനിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. വീണ്ടും കുറുക്കൻ്റെ കല്യാണം. എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് റൂം കണ്ടോ. സോ ഇന്നത്തെ എൻ്റെ എന്താ പറയുക ഫീലിങ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റൂമിനായിട്ട് പ്രത്യേകിച്ച് വലിയ ഫീലിങ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈക്ക് 3 years ഉണ്ടായിരുന്നല്ലോ. സോ അത്ര കാലം ചിലവഴിച്ചില്ലല്ലോ, 3 കൊല്ലം. ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് മെമ്മറബിൾ ആയിരുന്നു. ഫോണിൻ്റെ ക്ലാരിറ്റി ഒക്കെ കൊള്ളാം. അപ്പോൾ ഈ റൂമിൽ ഇനി അധികം വീഡിയോസ് ഉണ്ടാവില്ല. ഈ വീഡിയോയിൽ ഞാൻ സൈനിങ് ഓഫ് ചെയ്യാൻ പോവുകയാണ് ഈ റൂമിൽ നിന്നും. സോ അടുത്ത റൂമിൻ്റെ ഭാഗവുമായി സൂൺ നമുക്ക് പാക്കലാം. ഓക്കെ. സോ എത്രയും പെട്ടെന്ന് എൻ്റെ ലാൻഡ് ലോഡല്ല, ഹൗസ് മിസ്റ്റർ സോ ആരൊക്കെയോ അവർ വന്നിട്ട് റൂം കൊടുത്തതിന് ശേഷം സന്തോഷപൂർവ്വം വേറെ റൂമിലേക്ക് മാറും. ഓൾറെഡി മാറി. യാ. ഓക്കെ. സോ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ റൂം ലൈക്ക് ഫ്രം ഹിയർ ഇറ്റ്സ് ലൈക്ക് ദിസ്. ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് തൊട്ടപ്പുറത്ത് റൂംമേറ്റിൻ്റെ റൂമിൽ നിന്നെടുത്താണ്. താങ്ക് യു. ഓ അത് മാത്രമല്ല കേട്ടോ, ഈ റൂമിന് ഇങ്ങനെ ഒരു വ്യൂ ഉണ്ട്.
ബിക്കോസ് കർട്ടൺ ഉണ്ടായിരുന്നു, ഞാനത് ഇങ്ങനെ ഇട്ടായിരുന്നുകൊണ്ട് എനിക്കും പെട്ടെന്ന് മനസ്സിലായിണ്ടാവില്ല. സോ ഓക്കെ, സോ ഇതാണ് കർട്ടൺ. കർട്ടൻ്റെ അപ്പം ഇങ്ങനെ ചെറിയൊരു നൂല് കിട്ടുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ വിളിക്കാനെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇവിടെയും കണ്ടോ ഇങ്ങനെ വിളിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ചിലപ്പോൾ ടെക്നോളജി വെറുതെ ടെക്നോളജി ആയതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. സോ ഇത് കർട്ടനുള്ള റൂമിൻ്റെ വ്യൂ. പിന്നെ 2 ബൾബൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നത് ഫയർ അലാം. പിന്നെ എന്തെങ്കിലും പെട്ടെന്ന് സ്മോക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അറിയാലോ, ബേൺ ടി 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 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു സ്റ്റുഡൻറ് ഡോംസ്. എല്ലാ സ്റ്റുഡൻറ് ഡോംസും ഇങ്ങനെയാണെന്നൊന്നുമില്ല, പക്ഷേ ക്ലീവിലെ സ്റ്റുഡൻറ് ഡോംസ് ഫ്ലൂട്ട് സ്റ്റാർസ് ഇങ്ങനെയായിരുന്നു. ആൻഡ് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ റൂമിൽ നിന്നും ക്യാമറമാൻ എന്നോടൊപ്പം ഞാൻ തന്നെ. ഇതാണ് എൻ്റെ ഡോംസിൻ്റെ ചെറിയൊരു ഭാഗം, ലൈക്ക് പുറത്തുനിന്നുള്ള വ്യൂ. ഇനി ഇവിടെ ഇപ്പോൾ ഒരാൾ വരും, അതാണ് എൻ്റെ റൂം കാണാൻ ഇൻസ്പെക്ട് ചെയ്യാൻ വരുന്ന ആൾ. റെഡി 1 2 3 4 5 6 7 8 9 10 പുള്ളി പുള്ളിത്തി. അങ്ങനെ പുള്ളി അവിടെ പേരുണ്ടായിരുന്നു, അപ്പോൾ പേര് മാറ്റാൻ വേണ്ടിയിട്ട് പുള്ളി കുറച്ച് സമയമെടുത്തു. പിന്നെ മെല്ലേനെ പുള്ളി അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കോൺട്രാക്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ അവിടെയുള്ള സാധനങ്ങളൊക്കെ അതുപോലെ തന്നെയാണോ നോക്കും. അവരിതും എല്ലാതും അടിപൊളിയായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം തന്നെ. അപ്പോൾ പുള്ളി കോൺട്രാക്റ്റൊക്കെ സെറ്റാക്കി തന്നു. പിന്നെ ഇതാണ് പുറത്തുള്ള സെറ്റപ്പ്. ഇതിൻ്റെ പോസ്റ്റ് ബോക്സ് ഇവിടെയാണ്. പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ പേരല്ല, നമ്മുടെ അപ്പൻ്റെ പേരൊക്കെ എഴുതുക യുനോ. ആൻഡ് ഇറ്റ് ഈസ് എ സണ്ണി ഡേ. വീണ്ടും എൻ്റെ എക്കോറിയും മീനുകളും കുട്ടികളും. ക്രിസ്മസ് ഒക്കെ അപ്പോൾ നമ്മൾ ലൈറ്റ് ഇടാൻ പോവാണ്. ലൈറ്റ് ഇടാൻ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. കണക്ട് ചെയ്യുക, ഇവിടെ ലൈറ്റ് കത്തും. ആൻഡ് നമ്മൾ ഊട്ടിക്കാണ് ഉണ്ടാക്കണേ. ഇന്ന് ക്രിസ്മസ് ഊട്ടിയിൽ ആഘോഷിക്കാന്ന് വെച്ചു. ഇതാണ് ഇവിടുത്തെ ക്രിസ്മസ് വൈബ്സ്. നല്ല മഞ്ഞും അടിപൊളിയായ കാറ്റും പോലീസ് വണ്ടികളും പിന്നെ ക്രിസ്മസ് ട്രീയും പിന്നെ വണ്ടിയും ട്രാഫിക്കും ഫോഗും മാത്രമാണ് എൻ്റെ ഈ പ്രദേശത്ത് കാണാൻ പറ്റുന്നത്. ആൻഡ് നിങ്ങൾക്കിവിടെ സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റും ഒരു പാത്രത്തിൽ വെള്ളം. എന്താ കാരണം? കിളികൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ച പാത്രമാണ്. മഴ നനഞ്ഞ് വെള്ളം നിറഞ്ഞ് കിളികൾക്ക് ഫുഡില്ലാണ്ടായിപ്പോയി. എവിടെ പോയി ഈ കിളികൾ? ഇവർക്ക് ഒളിക്കാൻ എവിടെയാണ് സമയം, എവിടെയാണ് സ്ഥലം എന്ന് നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ വേണ്ട, പേടിക്കേണ്ട. ഡോണ്ട് വെറി അബൌട്ട് ബേർഡ്സ്. അവരെ പേടിക്കേണ്ട, അവരെ ദൈവം പൊട്ടിക്കോളും. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഈ ഡോംസ് ഞാൻ ഇവിടുന്ന് വിട്ടുപോവുകയാണ്. വിട്ടുപോയതിന് ശേഷം ഞാൻ വേറൊരു റൂമിലേക്ക് മാറി. ആ റൂമിൻ്റെ ദൃശ്യങ്ങളും കാര്യങ്ങളൊക്കെ സൂൺ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സീ യു സൂൺ. ബൈ ബൈ. അങ്ങനെ ഈ റൂം വിട്ടതിന് ശേഷം ഞാൻ വേറെ റൂമിലേക്ക് പോയി. അത് സിംഗിൾ റൂമാണ്. സെയിം യൂണിവേഴ്സിറ്റിയുടെ സെയിം ഡോംസാണ്. അങ്ങനെ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അടുത്ത വീഡിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും സൂൺ. ബൈ ബൈ.